ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാവരും ഗപ്പി ടാങ്കുകളിൽ വാഴയില ഇടാറുണ്ട്. വാഴയില അതുപോലെ തന്നെ ബദാമിൻ്റെ ലീഫൊക്കെ ഇടാറുണ്ട്. ഞാനിവിടെ ഒട്ടുമിക്ക എല്ലാ ടാങ്കുകളും കണ്ടില്ല, വാഴയില അതുപോലെ തന്നെ ബദാമിൻ്റെ ലീഫൊക്കെ എല്ലാ ടാങ്കുകളും ഇടാറുണ്ട്. ഞാൻ ഈ ഫാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഈ വാഴയില ഓരോ വീഡിയോകൾ കണ്ടിട്ട് ഞാൻ ഈ വാഴയില ഇതിനകത്ത് ടാങ്കുകളിലൊക്കെ ഇടാറുണ്ടായിരുന്നു. കാരണം ശരിക്കും അത് അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്, അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നമുക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇടുന്നുണ്ട്, ഞാനും ഇടുന്നു എന്നൊരു മട്ടിലായിരുന്നു ഞാനപ്പോൾ അത് വാഴയില ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് എല്ലാ ടാങ്കുകളിലും നമ്മൾ കൃത്യമായിട്ട് എല്ലാ ടാങ്കുകളിലും വാഴയിലയും അതുപോലെ തന്നെ ബദാമിൻ്റെ ലീഫൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഇടാറുണ്ട്. ഇങ്ങനെ നമ്മൾ വാഴയില എല്ലാ ടാങ്കുകളിലും ഇടുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്നുള്ളതാണ് ഞാനിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ഫാമിൽ കുറച്ച് ടാങ്കുകളും അതുപോലെ തന്നെ നമ്മുടെ ഗപ്പികളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകാം. ഇത് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൺ ഗപ്പി ഇട്ടേക്കുന്ന ടാങ്കാണിത്. ഇത് കണ്ടില്ലേ, അത് ഈ ഒരു ടാങ്കിനകത്ത് നോക്കി അറിയാൻ പറ്റും. ലൈറ്റായിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡ് ഇതിനകത്ത് ഈ ഒരു ടാങ്കിനകത്ത് കാണാൻ പറ്റും, വെള്ളത്തിൽ കാണാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ വാഴയിലും അതുപോലെ തന്നെ ബദാമിൻ്റെ ലീഫൊക്കെ ഇട്ടിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് നമുക്ക് ഈ തൊട്ടടുത്ത് തന്നെ മരങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ മഹാഗണിയുടെയും അതുപോലെ തന്നെ ഈ പുളിഞ്ചി മരത്തിൻ്റെയൊക്കെ അതിൻ്റെ ഉണങ്ങിയ ഇലയ്ക്കും ഇതിനകത്ത് വീഴാറുണ്ട്. മുകളിൽ ഞാൻ നെറ്റടിച്ചിട്ടുണ്ട്, എന്നിരുന്നാലും ഈ ടാങ്കിനകത്തൊക്കെ അങ്ങനെ ഉണങ്ങിയ ഇലയൊക്കെ വീഴാറുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റാറൊന്നുമില്ല കേട്ടോ. എന്നാൽ ഈ ഒരു വെള്ളത്തിന് ഈ ഒരു കളറിൽ കിടക്കും. പക്ഷേ മീനുകൾക്ക് ഭയങ്കര വ്യത്യാസമാണ്. നമുക്ക് ഇങ്ങനെ ഒരു ടാങ്ക് അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതല്ല, തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ കൊഹാക്കു സോഡിൻ്റെ കുഞ്ഞുങ്ങളിട്ടേക്കുന്ന ടാങ്കാണ്. കണ്ടില്ല, ഈ ഒരു ടാങ്കിൽ നോക്കിയാലും ഒരു ബ്രൗൺ ഷെയ്ഡുണ്ട്. ഇപ്പോൾ ഇത് നല്ലൊരു പ്ലാന്റഡായ ടാങ്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് നല്ല തെളിഞ്ഞ വെള്ളം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാഴയില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് രണ്ടാമത് വാഴയില ഇതിനകത്ത് ഇട്ടിട്ടില്ലായിരുന്നു. ഇത് നമ്മുടെ പെയിൻറ്റഡ് സോട്ടയിൽ ഇട്ടേക്കുന്ന ഒരു ടാങ്കാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല ഫോക്സ് ടെയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പെന്നി വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത്. അത്യാവശ്യം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ വാഴയിലയും ബദാമിൻ്റെ ലീഫൊക്കെ നമ്മൾ ടാങ്കിനകത്ത് ഇടുമ്പോൾ അതിനകത്തുനിന്നൊരു ദ്രാവകം ഈ ടാങ്കിനകത്തോട്ടൊന്ന് സ്പ്രെഡ് ആവും. അതായത് ഒരു ബ്രൗൺ കളറിൽ ടാനിൻ എന്ന് പറയും, ടാനിക് ആസിഡ് എന്നാണ് അത് പറയുന്നത്. ഇത് നമ്മുടെ വെള്ളത്തിന് ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കും. അതാണ് നമുക്ക് ടാങ്കുകളിലൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് വെള്ളം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പിന്നെ ആസിഡ് നമ്മുടെ ടാങ്കിനകത്തോട്ടൊന്ന് സ്പ്രെഡ് ആകുമ്പോഴത്തേക്ക് മീനുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അതായത് മീനുകൾക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവറായിരിക്കും. ഈ ഒരു ടാനിൻ ദ്രാവകം അടങ്ങിയ വെള്ളത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനുകൾ നമുക്ക് ടാങ്കുകളിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് അവർക്ക് ഈ ഒരു മെയിനായിട്ടും ബദാമിൻ്റെ ലീഫിൽ നിന്നാണ് ഈ ടാനിൻ എന്നുള്ള ദ്രാവകം ഒരുപാട് സ്പ്രെഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മീനുകൾക്കൊക്കെ രോഗപ്രതിരോധ ശേഷിയും കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ ഡിസംബർ ജനുവരി ആ ഒരു മാസത്തിലൊക്കെ സാധാരണ നമ്മുടെ ഗപ്പികൾക്കൊക്കെ ബോഡി മെലിഞ്ഞ് പോകുന്നത് അതുപോലെ തന്നെ വാലൊട്ടി പോകുന്ന അസുഖങ്ങളൊക്കെ വരാറുണ്ട്. സാധാരണ എനിക്ക് മുമ്പ് ആ ഒരു സമയങ്ങളിലൊക്കെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബോഡി മെലിഞ്ഞ് പോകുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ നമുക്ക് മീനുകൾക്കൊക്കെ അസുഖം വരുന്നത് കാണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ബദാമിൻ്റെ ലീഫും അതുപോലെ തന്നെ വാഴയിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതുവരെ നമുക്ക് മീനുകൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇതൊരു 2 വർഷത്തിൽ കൂടുതലായിട്ട് സ്ഥിരമായിട്ട് ഈ ഒരു വാഴയിലയും അതുപോലെ തന്നെ ബദാമിൻ്റെ ലീഫൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. സാധാരണ ഇതിന് മുമ്പ് എനിക്ക് ഈ ഒരു ഡിസംബർ ജനുവരി ആ ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ടാങ്കുകളിൽ നമുക്ക് പണി കിട്ടും. കാരണം ഈ പിന്നെ ഗപ്പികൾക്ക് കൂട്ടത്തോടെ ഇങ്ങനെ അസുഖം വരുന്നതും അതുപോലെ തന്നെ ബോഡി മെലിഞ്ഞ് പോയിട്ട് അത് പെട്ടെന്ന് സ്പ്രെഡായി എല്ലാ മീനുകൾക്കും ആ ഒരു പ്രശ്നം വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 വർഷം കൊണ്ട് നമുക്ക് ഇതുവരെ ഒരു മീനുകൾക്കും ഈ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ബ്രൗൺ കളറിൽ കിടക്കുന്ന ടാൻ അടങ്ങിയ വെള്ളത്തിൽ കിടക്കുന്ന മീനുകളെ കാണാൻ നമുക്ക് പ്രത്യേക ഒരു ഭംഗിയാണ്. ഒരു കളർ കോൺട്രാസ്റ്റ് അവരെ കുറച്ച് കൂടുതൽ കാണിക്കും. എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തതിനോട് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ടാങ്കുകൾ കിടക്കുന്ന മീനുകൾക്ക് പ്രത്യേക ഒരു ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഈ ഒരു ടാങ്ക് കണ്ടില്ലേ, ഇതിനകത്ത് വാഴയിലയും ബദാമിൻ്റെ ലീഫും മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ഈ തൊട്ട് മുകളിൽ കാണുന്ന മരത്തിൽ നിന്ന് വീഴുന്ന എല്ലാ ചവറും ഇതിനകത്ത് വീഴുന്നുണ്ട്. ഇത് ഞാൻ എടുത്ത് മാറ്റാനൊന്നുമില്ല, ഇതിപ്പോൾ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇത് ഈ വെള്ളം കാണാൻ തന്നെ അറിയാൻ പറ്റും, നല്ല ബ്രൗൺ ഷെയ്ഡായിട്ടുള്ള വെള്ളമാണ് ഇതിനകത്ത്. മീനുകൾക്ക് ഇതുവരെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വന്നിട്ടില്ല, ബ്ലഡ് ആവുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മീനുകൾ എപ്പോഴും നല്ല ഹെൽത്തിയും നല്ല ആക്റ്റീവ് ആയിരിക്കും ഈ ഒരു വെള്ളത്തിൽ കിടക്കുന്ന മീനുകൾക്ക്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടാൻ അടങ്ങിയ വെള്ളത്തിൽ നമുക്ക് സാധാരണ വെള്ളത്തിൻ്റെ pH-ൻ്റെ പ്രശ്നം കൊണ്ട് മീനുകൾക്ക് വരുന്ന അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം വെള്ളത്തിൻ്റെ pH കറക്റ്റായിരിക്കും. ഒരുപാട് ഉയരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബദാമിൻ്റെ ലീഫ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു സമയത്ത് ജനുവരി ഡിസംബർ മാസത്തിൽ ഉറപ്പായിട്ടും ഈ ഒരു ബദാമിൻ്റെ ലീഫ് കിട്ടുകയാണെങ്കിൽ ടാങ്കിലിടുന്നത് വളരെ ഉപകാരമായിരിക്കും. നമ്മുടെ മീനുകൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഈ ഒരു സമയത്ത് വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലീഫ് വെറും ചിലവില്ലാത്ത ഈ ഒരു ലീഫ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനകത്തുണ്ടല്ലോ, ഇതിനകത്ത് അടിയിൽ നോക്കി അറിയാൻ പറ്റും, ഒരുപാട് ഉണങ്ങിയ കരിയില കിടക്കുന്ന കാണാൻ പറ്റും.
ഈ ലീഫുകളൊക്കെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഈ മീനിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, മീനിൻ്റെ വേസ്റ്റ് അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റൊക്കെ അങ്ങനെ ഒരു ഓവറായിട്ട് ഉണ്ടെങ്കിൽ ഫുഡ് വേസ്റ്റൊക്കെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ചെറിയ സ്നെയിൽസ് ഉണ്ട്, അപ്പോൾ അത് അവർ കഴിച്ചോളും. അല്ലാതെ ഉള്ള ടാങ്കിലുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ഈ വാഴയിലയുടെ അടിയിലും അതുപോലെ തന്നെ ബദാമിൻ്റെ ലീഫാണെങ്കിലോ ഈ ഇലകളുടെ അടിയിലോട്ടൊക്കെ അങ്ങ് കിടക്കും. സാധാരണ നമ്മളൊരു പ്ലെയിൻ ടാങ്കിനകത്ത് ഇതുപോലെ ഓവർ വേസ്റ്റ് അടിഞ്ഞു വിടുകയാണെങ്കിൽ അതിനകത്തൊരു അമോണിയ ഫോം ചെയ്യും. അപ്പോൾ ആ ഒരു അമോണിയ ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മീനുകൾക്ക് അസുഖങ്ങൾ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ഒരു ബദാമിൻ്റെ ലീഫോ അല്ലെങ്കിൽ വാഴയിലയുടെ ലീഫൊക്കെ അതിനകത്ത് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ അങ്ങനെ വരുന്ന ഒരു പരിധി നമുക്ക് ആ ഒരു അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മളെ ഈ ഒരു ബദാമിൻ്റെ ലീഫ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാതിരിക്കരുത്, കൃത്യമായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യണം. ഞാനിവിടെ കൃത്യമായിട്ട് ഒരു ആഴ്ചയിൽ ഒരിക്കൽ കൃത്യമായിട്ട് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യാറില്ല കേട്ടോ. ശരിക്കും ഇതേപോലെ ടാങ്കുകളിൽ ഓവറായിട്ട് ഇങ്ങനെ വേസ്റ്റ് അടിഞ്ഞ് കൂടുമ്പോഴത്തേക്ക് ആണ് നമ്മൾ കൃത്യമായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യാറുള്ളത്. ഇത് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൺ ഗപ്പി ഇട്ടേക്കുന്ന ടാങ്കാണ്. അപ്പോൾ ഇതിനകത്ത് മെയിലും ഫീമെയിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കൊടുക്കാനായിട്ടുള്ള ഗപ്പികളാണ് ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ കിടക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ടാങ്ക് കണ്ടു നോക്കാം. ഇത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ ഇട്ടേക്കുന്ന ഒരു ടാങ്കാണ്. അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് കണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ അടിയിൽ നോക്കി അറിയാൻ പറ്റും വാഴയിലയും അതുപോലെ തന്നെ ഇതിനകത്ത് പേരയുടെ ഇലയൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ ഈ ഒരു ടാങ്ക് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പേരയുടെ മരമുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വീഴുന്ന ഉണങ്ങിയതും പഴുത്തതായിട്ടുള്ള ഇലകളെല്ലാം ഇതിനകത്ത് ഈ ഒരു ടാങ്കിനകത്തോട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇല വീഴുന്നതുകൊണ്ടും വെള്ളത്തിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഉണങ്ങിയ ഇലകളിൽ നിന്നെല്ലാം ഈ പറഞ്ഞ പോലെ ടാൻ എന്നുള്ളൊരു ആസിഡ് നമുക്ക് വെള്ളത്തിൽ സ്പ്രെഡാവും. പ്രത്യേകിച്ച് അത് മീനുകൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ടാങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കാഴ്ചയിൽ നമുക്കൊരു വൃത്തികേടായിട്ട് തോന്നും, അതായത് ഈ ചവറ കിടക്കുന്ന പോലെ തോന്നും. മീനുകൾ പക്ഷേ നല്ല ഹെൽത്തി ആയിരിക്കും. ഇത് നമ്മുടെ ഗാലക്സി ബ്ലൂ ടൈൽ ഇട്ടേക്കുന്ന ഒരു ടാങ്കാണ്. ഇതിനകത്തും ഈ സെയിം ഈ ഒരു വരിയിരിക്കുന്ന എല്ലാ ടാങ്കിലും ഈ പറഞ്ഞ പോലെ ഈ പേരയുടെ ഇലയും എല്ലാം വീഴുന്നുണ്ട്. പ്രത്യേകിച്ച് ആ മീനിൻ്റെ ഈ വെള്ളം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, വെള്ളം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ള വെള്ളമാണ്. മീനുകൾ പൊതുവേ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത് പ്ലാറ്റിനം കോയി മെയിൽസ് ഇട്ടേക്കുന്ന ടാങ്കാണ്. അപ്പോൾ മെയിലും ഫീമെയിലും നമ്മൾ തരംതിരിച്ച് വളർത്തിയിട്ട് ഒരു 2.5 മാസം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സെയിലിൻ്റെ ഒരു സമയമാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരുമിച്ച് ഇവരെ ഇടാറുള്ളത്. ഒരു തവണ നമ്മൾ ടാങ്കിനകത്ത് വാഴയില എന്നാലും നമ്മൾ ബദാമിൻ്റെ ലീഫൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആഴ്ച നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ വാഴയില മാറ്റാറില്ല. വാഴയില നന്നായിട്ട് ചീഞ്ഞ് അഴുകുമ്പോഴാണ് നമ്മളത് മാറ്റാറുള്ളത്. പക്ഷേ ബദാമിൻ്റെ ലീഫ് നമ്മൾ മാറ്റാറില്ല കേട്ടോ. ബദാമിൻ്റെ ലീഫ് ആ ടാങ്കിൽ കിടന്ന് തന്നെ അഴുകി ദ്രവിച്ചങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കൂടാതെ നമുക്ക് ഈ ഒരു ടാങ്കിനകത്ത് നമുക്ക് ഇൻഫോസൂരിയ കൾച്ചർ ആവുകയും നമ്മുടെ മീനുകൾക്കൊക്കെ അത് ഫുഡായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ടാങ്കുകളിൽ വാഴയിലിടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നിങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ വാഴയിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ തൊട്ട് താഴെ തന്നെ വാഴയിലേക്ക് ആവശ്യം പോലെ കിട്ടും. ഒരു അത്യാവശ്യം വാഴ ഉള്ളതുകൊണ്ട് തന്നെ വാഴയിലേക്ക് നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ട് വരാറില്ല. അപ്പോൾ ഈ വാഴയിലെടുക്കുമ്പോൾ നല്ല ഉണങ്ങി കരിഞ്ഞ വാഴയില നോക്കിയെടുക്കുന്നതാണ് നല്ലത്. അതിനകത്തു നിന്നാണ് ഈ ടാനിനുള്ള ദ്രാവകം സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ബദാമിൻ്റെ ലീഫാണെങ്കിൽ പഴുത്തതായിരുന്നാലും കുഴപ്പമില്ല, പഴുത്ത ഇലയോ അല്ലെങ്കിൽ നമ്മൾ ഉണങ്ങിയ കരിഞ്ഞ ബദാമിൻ്റെ ലീഫായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് വാഴയില എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടല്ലേ നല്ല തിന്നായിട്ടുള്ള വാഴയില നോക്കി നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ബേസിനിൽ ഇട്ട് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്യണം. അത് നമ്മൾ ഡയറക്റ്റ് വാഴയിലെടുത്ത് ഡയറക്റ്റ് ടാങ്കിൽ ഇടാറില്ല. വാഴയിലെല്ലാം കളക്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പ് കൂടെ ഞാൻ ഇതിനകത്തൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. കല്ലുപ്പ് ഞാനിട്ട് വാഷ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, ഇതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയസ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാനാണ് ഞാനിപ്പോൾ ഈ കല്ലുപ്പ് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യുന്നത്. കല്ലുപ്പ് അഥവാ ഇല്ലെങ്കിൽ നമുക്ക് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും നല്ല വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഡയറക്റ്റ് ഞാൻ ഇതുവരെ വാഴയില ഡയറക്റ്റ് ഞാൻ ഇത് വാഷ് ചെയ്ത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് 1-2 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട്. അപ്പോൾ കഴുകുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും, ഇതിനകത്തുള്ള പൊടിയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വീണ്ടും ഒരു തവണ കൂടി നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ നമ്മുടെ ടാങ്കുകളിലൊക്കെ ഇടാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു തവണ വെള്ളത്തിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, ഈ ഒരു കളറിൽ നമുക്ക് അതിൻ്റെ പൊടിയും ചവറൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കഴുകി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് 2 വെള്ളത്തിൽ കഴുകി നമ്മൾ നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഇതിനകത്ത് ടാങ്കിലോട്ട് ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ടാങ്കിനകത്ത് നിലവിൽ ഇപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് ഉണ്ടല്ലേ, ഇതിനകത്ത് ഓൾറെഡി വാഴയില കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്ത ഒരു ടാങ്കാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഒരു ടാങ്കിനകത്ത് ഈ ഒരു കണക്കിനെ നമ്മൾ വാഴയില ഇടുന്നുള്ളൂ. കാണിച്ചു തരാം, കണ്ടില്ലേ. ഇപ്പോൾ മീനുകൾക്ക് ഇനി ഒരു അസുഖം വരണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ഓവറായിട്ട് ഇതിനകത്ത് ബദാമിൻ്റെ ലീഫും വാഴയിലേക്ക് ഒരുപാടൊന്ന് ഓവറാക്കുകയാണെങ്കിൽ പിന്നെ ഈ വെള്ളത്തിൻ്റെ pH ഒരുപാടങ്ങ് കുറയുന്നതാണ്. വെള്ളത്തിൻ്റെ pH ഓവറായിട്ട് കുറഞ്ഞു കഴിഞ്ഞാലും മീനുകൾക്ക് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഒരു കണക്കിൽ വേണം ഇതിനകത്ത് ലീഫുകൾ ആഡ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പി ഇട്ടേക്കുന്ന ടാങ്കാണ് കേട്ടോ. അതിനകത്ത് ഇപ്പം നിലവിൽ വാഴയില അതിനകത്ത് ഇല്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വാഴയില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കിനാണ് നമ്മൾ വാഴയില എല്ലാ ടാങ്കിലും നമ്മൾ ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ചിലവില്ലാത്ത ഈ ഒരു 2 ലീഫും കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത്. അപ്പോൾ ഈ വാഴയിലയും ബദാമിൻ്റെ ലീഫ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് നമുക്കുള്ളത്. അതായത് നമുക്ക് വെള്ളത്തിൻ്റെ pH നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
അപ്പോൾ അതുപോലെ നമ്മുടെ മീനുകൾക്കെല്ലാം നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള മീനുകളായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ നമുക്ക് നല്ല കളർ കോൺട്രാസ്റ്റ് നമുക്ക് നമ്മുടെ മീനുകളെ കാണാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ടാങ്കുകളിൽ അമോണിയ ഫോം ചെയ്ത് അതിൻ്റെ പേരിൽ നമുക്ക് വരുന്ന മീനുകൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് അതൊരു പരിധിവരെ നമുക്ക് ഈ ഒരു ലീഫ് കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മെയിനായിട്ടും ഈ ഒരു മാസത്തിലാണ് കൂടുതലും മീനുകൾക്ക് വെള്ളത്തിൻ്റെ pH-ൻ്റെ പ്രശ്നം കൊണ്ട് ഈ അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതൽ. കാരണം പകൽ നല്ല ചൂടും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല മഞ്ഞും ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കാണ് മീനുകൾക്ക് പൊതുവേ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതൽ. പക്ഷേ എനിക്ക് ഈ ഒരു ലീഫ് ഇട്ടതിന് ശേഷം ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 2 ലീഫ് നിങ്ങൾക്ക് അല്ലെങ്കിൽ വാഴയിലയോ അല്ലെങ്കിൽ ബദാമിൻ്റെ ലീഫ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ടാങ്കിൽ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു 2K സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി വളരെ കുറച്ച് ദൂരം കൂടി ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.